നമസ്കാരം ഫോർട്ടുഗ ന്യൂസിലേക്ക് സ്വാഗതം. ഉലകം ചുറ്റും വാലിബനായ നമ്മുടെ പ്രധാനമന്ത്രി വീണ്ടും ഒരു വിദേശ പര്യടനത്തിലാണ്. മോദിയുടെ വിദേശ പര്യടനങ്ങൾ കൊണ്ട് രാജ്യത്തിന് എന്തെങ്കിലും ഗുണമുണ്ടായോ എന്ന് ചോദിച്ചാൽ BJP-ക്കാർക്ക് പോലും ഉത്തരമില്ല എന്നുള്ളതാണ് സത്യം. സത്യത്തിൽ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ എന്തെങ്കിലും പദ്ധതികൾ രാജ്യത്തിന് കൊണ്ടുവരുവാൻ നരേന്ദ്രമോദിക്കോ BJP സർക്കാരിനോ സാധിച്ചോ? ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. എല്ലാ തവണയും ടൂർ പോയി അടിച്ചു പൊളിച്ച് മനസമാധാനത്തോടെ ഓരോ രാജ്യത്തെയും സ്ഥലങ്ങൾ കണ്ട് നിർവൃതി അടയുന്ന നരേന്ദ്രമോദിക്ക് ഇപ്പോൾ വിദേശയാത്രയിൽ പോലും മനസമാധാനം ലഭിക്കുന്നില്ല എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷം ഭരിച്ചതുപോലെ ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ ഏത് സമയവും നരേന്ദ്രമോദി സർക്കാർ താഴെ വീഴാം എന്നുള്ള സ്ഥിതിയാണുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ ഘടകകക്ഷികളെ തക്കം നോക്കി പൊക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇന്ത്യ മുന്നണിക്കുള്ളത്. മോദി റഷ്യയിൽ പോയ തക്കം നോക്കി ഇപ്പോൾ നരേന്ദ്രമോദിക്ക് മുട്ടൻ പണി കൊടുത്തിരിക്കുകയാണ് ഇന്ത്യ സഖ്യം. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ മുഖാന്തരമാണ് മോദിയുടെ ഉറക്കം കെടുത്തുന്ന പ്ലാനുമായി കോൺഗ്രസ് മുന്നോട്ട് പോയത്. ഇന്ത്യയിലെ പ്രധാന സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന മുഖ്യമന്ത്രിമാർ എന്നുള്ള നിലയിൽ സിദ്ധരാമയ്യയും നിതീഷ് കുമാറും തമ്മിൽ രാഷ്ട്രീയത്തിന് അതീതമായ ബന്ധമാണുള്ളത്. നരേന്ദ്രമോദി റഷ്യയിലേക്ക് പോയ സമയം നോക്കി തന്നെ സിദ്ധരാമയ്യ നിതീഷ് കുമാറിനെ ഫോണിൽ ബന്ധപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലാകെ പ്രചരിക്കുന്നത്. മുഖ്യമന്ത്രിമാർ തമ്മിലുള്ള ഫോൺ സംഭാഷണം എന്നതിനേക്കാൾ ഉപരി വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യം സിദ്ധരാമയ്യയുടെ ഈ ഫോൺ കോളിനുണ്ട് എന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. കൂടാതെ നിതീഷിനെ ഫോണിൽ ബന്ധപ്പെട്ട സിദ്ധരാമയ്യ ഏറ്റവും അടുത്ത ദിവസം തന്നെ നേരിൽ കാണണമെന്ന് ആവശ്യപ്പെട്ടതായുള്ള വാർത്തകളും പ്രചരിക്കുന്നുണ്ട്. നിലവിൽ രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവ് അടക്കമുള്ള ഇന്ത്യ മുന്നണി നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് സിദ്ധരാമയ്യ ഇത്തരത്തിലുള്ള ഒരു നീക്കം നരേന്ദ്രമോദി ഇന്ത്യയിലില്ലാത്ത സമയത്ത് തന്നെ നടത്തിയത് എന്നുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. നിതീഷ് കുമാർ നരേന്ദ്രമോദിക്ക് കാലാകാലങ്ങളായി മുൻപിൽ വെക്കുന്ന ആവശ്യങ്ങളിൽ ഒന്നാണ് ബീഹാറിന് പ്രത്യേക പദവി എന്നുള്ളത്. എന്നാൽ നരേന്ദ്രമോദി ആവട്ടെ ഇന്ന് തരാം നാളെ തരാം എന്നൊക്കെ പറഞ്ഞ് ഇട്ടുരുട്ടുന്ന അവസ്ഥയിലുമാണ്. കാലാകാലങ്ങളായുള്ള നിതീഷ് കുമാറിന്റെ ഈ ആവശ്യം എന്തായാലും നരേന്ദ്രമോദി ഉടനെ തന്നെ നടത്തുവാൻ പോകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അങ്ങനെയാണെങ്കിൽ മറുകൊണ്ടം ചാടി തന്റെ ആവശ്യങ്ങൾ നേടുവാനും നിതീഷ് മടിച്ചേക്കില്ല എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. 243 അംഗങ്ങളുള്ള ബീഹാർ നിയമസഭയിൽ നിതീഷ് കുമാർ അടക്കമുള്ള NDA സഖ്യത്തിന് 133 സീറ്റുകളാണ് നിലവിലുള്ളത്. അതിൽ 47 സീറ്റുകൾ നിതീഷ് കുമാറിന്റെ JDU-വിനും 82 സീറ്റുകൾ BJP-ക്കുമാണ്. ഇന്ത്യ സഖ്യത്തിനാവട്ടെ 103 സീറ്റുകളാണ് ബീഹാറിലുള്ളത്. നിതീഷ് കുമാർ വീണ്ടും ഇന്ത്യ സഖ്യ പാളയത്തിലേക്ക് തിരികെ വരികയാണെങ്കിൽ ബീഹാറിൽ ഭരണമാറ്റം വീണ്ടും ഉണ്ടാകും. ഇന്ത്യ സഖ്യത്തിന്റെ അംഗസംഖ്യ ബീഹാർ നിയമസഭയിൽ 103-ൽ നിന്നും 150-ലേക്ക് എത്തും. അതായത് ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിന് വളരെ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ഭരിക്കാം. അങ്ങനെ ഇരിക്കെ നിതീഷ് കുമാറിനെ ഇന്ത്യ സഖ്യത്തിൽ എത്തിച്ച് ഭരണം പിടിച്ചെടുത്ത് ബീഹാറിന് പ്രത്യേക പദവി നൽകാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് സിദ്ധരാമയ്യ നിതീഷ് കുമാർ ഫോൺ സംഭാഷണം എന്നുള്ളത് രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തുന്ന ഒരു കാര്യമാണ്. അത്തരത്തിൽ മോദിയുടെ അഭാവത്തിൽ നീക്കങ്ങൾ വേഗതയിലാക്കുവാനുള്ള നടപടികൾ ഇന്ത്യ മുന്നണി തുടങ്ങിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. കൂടാതെ ഇന്നലെയും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തു നിന്നും മറ്റൊരു പ്രധാന ഘടകകക്ഷിയെ നേരിട്ട് കണ്ടുള്ള നീക്കവും ഉണ്ടായിരുന്നു. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഇന്നലെ ചന്ദ്രബാബു നായിഡുവിനെ നേരിട്ട് സന്ദർശിച്ചിരുന്നു. മോദിയുടെ ചങ്കിടിപ്പ് കൂട്ടുന്ന കൂടിക്കാഴ്ചയായിരുന്നു ആന്ധ്ര മുഖ്യമന്ത്രിയും TDP നേതാവുമായ ചന്ദ്രബാബു നായിഡുവിന്റെയും തെലങ്കാന മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ രേവന്ത് റെഡ്ഡിയുടെയും. കാരണം ചന്ദ്രബാബു നായിഡുവിന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനായിരുന്നു രേവന്ത് റെഡ്ഡി. മാത്രമല്ല തന്നെ രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ചു നടത്തിയ ഗുരുതുല്യനായ വ്യക്തി കൂടിയാണ് ചന്ദ്രബാബു നായിഡു. അതുകൊണ്ട് തന്നെ അവരുടെ കൂടിക്കാഴ്ചയ്ക്കും സവിശേഷതകൾ ഏറെയാണ്. രാഷ്ട്രീയ നിരീക്ഷകരും ഏറെ പ്രാധാന്യത്തോടെയാണ് അവരുടെ കൂടിക്കാഴ്ചയെ ഉറ്റുനോക്കിയതും. എന്തൊക്കെ ചർച്ചകളായിരിക്കും അവരുടെ കൂടിക്കാഴ്ചയെ നടക്കാൻ പോകുന്നത് എന്നുള്ള ചോദ്യങ്ങളും പല ഭാഗത്തു നിന്നും ഉയർന്നു വന്നിരുന്നു. മോദി പോലും വളരെ ചങ്കിടിപ്പോടെയാണ് അവർ കൂടിക്കാഴ്ച നടത്താൻ പോകുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നതോടെ കണ്ടത്. എന്നാൽ ഇപ്പോൾ ഇതാ ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള വാർത്തകളാണ് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവും തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുമായുള്ള കൂടിക്കാഴ്ചയിൽ നിർണായക തീരുമാനങ്ങൾ എടുത്തതായാണ് റിപ്പോർട്ട്. എന്തായാലും നരേന്ദ്രമോദി രാജ്യത്ത് ഇല്ലാത്ത തക്കം നോക്കി വൻ നീക്കങ്ങൾ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി നടത്തുന്നത്. NDA-യിലെ പ്രധാന സഖ്യകക്ഷികളെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ
മുഖ്യമന്ത്രിമാർ മുഖാന്തരം ബന്ധപ്പെടുന്ന വൻ അണിയറ നീക്കമാണ് ഇന്നലെയും ഇന്നുമായി നടന്നത്. ചർച്ചയുടെ വിവരങ്ങളാവട്ടെ വളരെ രഹസ്യമായി തന്നെ നിലനിൽക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ മോദിക്ക് സ്വസ്ഥമായി മറ്റു രാജ്യങ്ങളിൽ നിൽക്കുവാൻ പോലുമുള്ള സാഹചര്യമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മനസമാധാനത്തോടെ ടൂർ പോയി ഒന്ന് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ച നരേന്ദ്രമോദിക്ക് ഇപ്പോൾ നിക്കക്കള്ളിയില്ലാത്ത അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ റഷ്യയിൽ നിന്നും ഉടനെ തിരിച്ചു വരുവാനുള്ള നീക്കവും മോദി നടത്തുന്നുണ്ടെന്ന പുതിയ റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കാത്തിരുന്നു കാണാം നരേന്ദ്രമോദി രാജ്യത്ത് ഇല്ലാത്ത തക്കം നോക്കി ഇന്ത്യ മുന്നണി NDAയിലെ ഘടകകക്ഷികളുമായി നടത്തുന്ന ഈ ചർച്ചകളിൽ അട്ടിമറി വല്ലതുമുണ്ടോ എന്ന്.